തൃക്കുന്നപ്പുഴയിലെ കടൽക്ഷോഭത്തെ തുടർന്ന് രമേശ് ചെന്നിത്തലയെ തടഞ്ഞുവെച്ച നാട്ടുകാർ. രമേശ് ചെന്നിത്തല സ്ഥലം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് നാട്ടുകാർ ചേർന്ന് തടഞ്ഞുവെച്ചത്. പ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മിക്കാത്തതിലാണ് പ്രതിഷേധമുണ്ടായത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ഒരു വാർത്ത. കാരണം സ്ഥലം MLA ആണ്. പ്രദേശത്ത് കടൽ ഭിത്തി എന്ന് പറയുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു സാധനം തന്നെയാണ്. പക്ഷേ അത് നിർമ്മിക്കാൻ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായത്. എന്തായാലും റിപ്പോർട്ട് നോക്കി വരാം. കടലാക്രമണത്തെ തുടർന്ന് മിക്ക പ്രദേശങ്ങളിലും ഭാഗികമായി കടൽ കരയിലേക്ക് കയറി. എന്നാൽ ഹരിപ്പാട് മണ്ഡലത്തിന്റെ തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണമാണ് ഉണ്ടായത്. രാവിലെ കടൽ ഉൾവലിഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ രീതിയിൽ കടൽ കരയിലേക്ക് കയറുകയായിരുന്നു. ഇതേ തുടർന്ന് തീരദേശ മേഖലയിലുള്ള ഗതാഗതം പോലും തടസ്സപ്പെട്ടു. തീരദേശ മേഖലയിൽ കടൽഭിത്തിയില്ലാത്തതും പുലിമുട്ടുകളില്ലാത്തതുമാണ് കടൽ കരയിലേക്ക് കയറാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇതിനിടയിലേക്കാണ് ഹരിപ്പാട് MLA കൂടിയായ രമേശ് ചെന്നിത്തല എത്തിയത്. രമേശ് ചെന്നിത്തല എത്തിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. MLAയുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഇല്ലാതിരുന്നതാണ് കടൽക്ഷോഭത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇടപെട്ട് രമേശ് ചെന്നിത്തലയെ മോചിപ്പിച്ചു. എങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചില്ല. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രതിഷേധം സൃഷ്ടിച്ച നാട്ടുകാർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതോടെ സംഭവം കയ്യാൻകളിയുടെ വക്കിൽ എത്തി. ഒടുവിൽ നാട്ടുകാർ തീരദേശ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം തുടർന്നു. തീരദേശ മേഖലയിലെ മറ്റു മണ്ഡലങ്ങളിൽ കടൽഭിത്തിയും പുലിമുട്ടുകളും നിർമ്മിക്കുമ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രം ഇതൊന്നും ഇല്ലാത്തതിനുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ പ്രകടിപ്പിച്ചത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.